നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഈ ഓണം ശരിക്കും പൊന്നോണമാകും തൂബാജ് ജ്വല്ലറിക്കൊപ്പം. തൂബാജ് ജ്വല്ലറിയിൽ ഓണം സ്വർണ്ണോത്സവം 2024 തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ 100 പവൻ സ്വർണം ബമ്പർ സമ്മാനം. ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. 1 ഗ്രാം വീതം 1200 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. വാർത്തകൾ വിശദമായി. കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി പണം കൈപ്പറ്റി കബളിപ്പിച്ചെന്ന കേസിൽ വള്ളിക്കുന്ന് സ്വദേശിയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വള്ളിക്കുന്ന് നോർത്ത് കീഴയിൽ ശ്രീവള്ളി വീട്ടിൽ സൗഭർണികയെയാണ് പരപ്പനങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ സഞ്ജു ജോസഫും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം ചിറമംഗലം സ്വദേശി രാജേഷും മറ്റു 2 പേരും നൽകിയ പരാതിയിലാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 10 ലക്ഷം രൂപ ലോൺ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 40,000 രൂപ കൈപ്പറ്റി കബളിപ്പിച്ചെന്നാണ് രാജേഷിന്റെ പരാതി. 6% പലിശ നിരക്കിൽ 10 ലക്ഷം രൂപ 72 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നും 18 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതിയെന്നുമാണ് ഇവർ നൽകുന്ന വാഗ്ദാനം. ലോണിന് 5 ലക്ഷം രൂപയ്ക്ക് 20,000 രൂപയാണ് കമ്മീഷൻ നൽകേണ്ടത്. 10 ലക്ഷം രൂപയ്ക്ക് 37,000 രൂപ നേരിട്ടും 3,000 രൂപ ഗൂഗിൾ പേ വഴിയുമാണ് രാജേഷ് നൽകിയത്. ഇത്തരത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി നിരവധി ആളുകളിൽ നിന്നും ഇവർ പണം തട്ടിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് സൗഭർണിക ഇടപാടുകാരെ സമീപിച്ചിരുന്നത്. പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. SI മാരായ മുഹമ്മദ് റഫീഖ്, ജയദേവൻ, ASI റീന, SCPO അനിൽകുമാർ, CPO മാരായ മഹേഷ്, സുവിധ എന്നിവരും പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.